ഇപ്പൊ സാറ് കുറച്ചൊരു അനോമലീസ് പറ്റി പറഞ്ഞു, മൾട്ടിപ്പിൾ അനോമലീസ് യു മെൻഷൻ. ഇതെല്ലാം ഒരു ബിക്കോസ് എല്ലാവരുടെയും ചോദ്യം ഇങ്ങനെയാണ് എന്റെ കുട്ടിക്ക് ഇത് വന്നത്. സോ ഇസ് ഇറ്റ് ജെനറ്റിക്, ഇത് ഇൻസിഡന്റൽ, ആർ ദർ എനി ഫാക്ടേഴ്സ് സർട്ടൻ ഡിഫക്ട്സ് ഇങ്ങനെ വരാൻ? Well, largely we are still not sure why these defects happen. Okay. Genetic causes under. Right. Maybe you can say that they form around 10% or 15% of the reason why these babies develop these abnormalities. പക്ഷെ largely we don't know. Okay. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും പറയാം, ഒരു മദർ പ്രഗ്നന്റ് ആവാൻ പോവാൻ ആലോചിക്കുമ്പോൾ തന്നെ യു ഷുഡ് ചേഞ്ച് ഹർ ലൈഫ് സ്റ്റൈൽ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, നമ്മുടെ എക്സ്പോഷർ ടു അതർ കൈൻഡ്സ് ഓഫ് ടോക്സിൻസ് and to lead a healthy lifestyle is always very very important. That's the only thing we can change. Genetics നമുക്ക് മാറ്റാൻ പറ്റില്ല, പക്ഷെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമുക്ക് മാറ്റാം. And therefore a healthy lifestyle can to some certain extent ensure that you have a healthy baby. പക്ഷെ ജനറ്റിക് കോസസ് ഉണ്ട്, ഇല്ല എന്നല്ല. And ജനറ്റിക് കോസസ് കണ്ടുപിടിച്ചാൽ നമുക്ക് അതിന്റെ റിക്കറൻസ് റിസ്ക് പറയാം, അത് വരാതിരിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ ചെയ്യാം. സോ ഒരു അനോമലി കാണുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ജോബ് എന്ന് വെച്ചാൽ ടു ഫൈൻഡ് ഔട്ട് വാട്ട് ഈസ് ദ റീസൺ, ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരും, ഇത് അടുത്തതിന് വരുമില്ലെന്ന്. പിന്നെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് വരാതിരിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണം. അപ്പൊ ഒരു അനോമലി കാണുമ്പോൾ നമ്മുടെ ജനറൽ റിയാക്ഷൻ എന്താ? ടെർമിനേറ്റ്, ഫർഗെറ്റ് അബൌട്ട്. പക്ഷെ അതൊരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ടു പ്രിവെന്റ് ദിസ് ഫ്രം ഹാപ്പനിങ് അഗെയിൻ. ആൻഡ് ഇഫ് യു മിസ് ദാറ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റ്, അടുത്ത പ്രഗ്നൻസിയിൽ ഇത് വരാം. മനസ്സിലാവും? Catastrophe 2 times is stupidity, once is an accident. അതാണ്.